ഡൽഹിയിൽ സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിയത്. അതായത് പാറ്റ പാർട്ടികൾ വലിയ രീതിയിലുള്ള സമരങ്ങൾ വ്യാപിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പാർലമെന്റിന്റെ ഒരു പരിസരത്തിന്റെ അടുത്ത് വരെ ഈ പ്രതിഷേധങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓരോ നിമിഷവും ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗത്തിന്റെയും എണ്ണങ്ങൾ, അവരുടെ ശക്തികൾ കേന്ദ്ര സർക്കാർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ ഈ പാറ്റ പാർട്ടിക്ക് ഖലിസ്ഥാൻ വാദികളിൽ നിന്നടക്കം പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ, അതായത് തെളിവുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ റെയ്സിന ഹിൽസ്, അതായത് ഈ ഡൽഹിയിൽ ഈ പാർലമെന്റിന്റെ മന്ദിരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ ഗവൺമെന്റിന്റെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടമാണ് റെയ്സിന ഹിൽസ് എന്ന് പറയുന്നത്. അവിടെ റിസർവ് ബാങ്ക് അടക്കം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങൾ റെയ്സിന ഹിൽസിൽ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ അടക്കം അതിൻ്റെ അകത്തൊക്കെ ഈ ജെൻസി പിള്ളേരുകൾ, അതായത് ഈ പാറ്റ പ്രവർത്തകർ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസത്തിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം നിൽക്കുന്നത്. പാർലമെന്റിന് ചുറ്റുമുള്ള അതീവ സുരക്ഷാ മേഖലയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ ചലോ സൺസദ് മാർച്ചിനിടെ പ്രതിഷേധക്കാർ സുരക്ഷാ ബാരിക്കേഡുകൾ ഭേദിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഡൽഹിയിൽ ഇപ്പോൾ വൻ സംഘർഷം, ഒരു കലാപത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പാർലമെന്റിന്റെ ഒരു ബൗണ്ടറിന്റെ അടുത്ത് വരെ ഈ പ്രതിഷേധക്കാർ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അകത്തേക്ക് കയറുക അല്ലെങ്കിൽ പ്രവേശിക്കുക, പാർലമെന്റ് മൊത്തത്തിൽ അടിച്ചു തകർക്കുക എന്നുള്ളതാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. പാർലമെന്റിന്റെ സുരക്ഷ എന്ന് പറയുന്നത് CRPF ആണ്. കൂട്ടത്തോടെ ജെൻസി കുട്ടികൾ, അതായത് ഈ പ്രവർത്തകർ, പാറ്റ പ്രവർത്തകർ പാർലമെന്റിന്റെ അകത്ത് കയറാനായിട്ട് എത്തിക്കഴിഞ്ഞാൽ CRPF ലാത്തി ചാർജ് നടത്തില്ല. CRPF ആദ്യ റൗണ്ട് ആകാശത്തേക്ക് വെടിവെക്കും. അതിനുശേഷം ഫയറിംഗ് CRPFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഒരു ടീം ലാത്തി ചാർജും ഗ്രനേഡുമായി നടത്തും. അതായത് CRPFന്റെ മുന്നിൽ പാർലമെന്റിൽ സുരക്ഷ അത് കർശനമാണ്. അതിൽ ആര് ഒരു ആക്രമണം നടത്താൻ വന്നാലും CRPF ആദ്യം മുട്ടിന്റെ താഴെ വെടിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇപ്പോൾ എന്തും സംഭവിക്കാമെന്ന ഒരു തരത്തിലേക്ക് പാർലമെന്റും അതോടൊപ്പം തന്നെ രാജ്യ തലസ്ഥാനവും ഇപ്പോൾ ഒരു സംഭവ വികാസത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ണീർവാതകം പോലീസ് 3-4 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. ലാത്തി ചാർജും ജലപീരങ്കിയും ഷെല്ലുകളും അടക്കം പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട്. അർദ്ധസൈനിക വിഭാഗവും തോക്കും ലാത്തിയും വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പാറ്റ പ്രവർത്തകരെ ഇപ്പോൾ നേരിടുന്നത്. ഇവർക്ക് ഇന്ത്യ സഖ്യത്തിൽ നിന്നടക്കം ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. കൂടാതെ പഞ്ചാബിൽ നിന്നും ഖലിസ്ഥാൻ വാദികളിൽ നിന്നടക്കം ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാള മാധ്യമങ്ങൾ മാത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും തന്നെ ഈ വാർത്ത വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ്. നിലവിൽ ഇപ്പോൾ പാർലമെന്റിൽ അമിത്ഷായുടെ മുറിയിൽ, പാർലമെന്റിൽ അമിത്ഷായ്ക്ക് ഒരു ഔദ്യോഗികമായ ഒരു മുറിയുണ്ട്. അവിടെ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെ JP നഡ്ഡ ഉൾപ്പെടെയുള്ളവർ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30 വരെ പാർലമെന്റ് നിർത്തിവെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ജഗദാംബിക പാലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ രാജ്യസഭ പൂർണ്ണമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. ബാക്കി നാളെ ചേരാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഡൽഹിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കലാപ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നു. പാറ്റ പ്രവർത്തകർ എവിടെ നിന്നൊക്കെയോ ഫണ്ടുകൾ ഇവർക്ക് വേണ്ടി വിന്യസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയോ സ്ഥലത്തു നിന്നും ഈ ജെൻസി കുട്ടികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഡൽഹിയിൽ ഇപ്പോൾ സമരം നടത്തുന്നതിലെല്ലാം തന്നെ ഒരു 10-45 വയസ്സിന് മുകളിലുള്ള ആളുകളും ഇവരുടെ കൂടെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.